ബാക്ക് ടു അവർ ചാനൽ. സോ എൻ്റെ പേര് അശ്വതി. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാനൊരു ബ്യൂട്ടി കണ്ടന്റ് ക്രിയേറ്ററാണ്. അതുപോലെ തന്നെ അടിപൊളി കുറേ കണ്ടൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ ചാനലിൽ. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്. പ്ലീസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് കംപ്ലീറ്റ് ഒരു ക്രൂവൽറ്റി ഫ്രീ മേക്കപ്പ് ബ്രാൻഡ്സുകളെ പറ്റിയിട്ടാണ്. അതും ഇന്ത്യയിലുള്ള മേക്കപ്പ് ബ്രാൻഡ്സിനെ പറ്റിയിട്ടാണ്. അതൊക്കെ കുറേ പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡാണ്, അത് ഇന്ത്യയിലുള്ള ബ്രാൻഡ്സാണെന്ന്. ഓക്കെ, എനിക്ക് ഇന്ത്യൻ ബ്രാൻഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഞാൻ കുറേ പ്രോഡക്റ്റ് എൻ്റെ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബ്രാൻഡ്സാണ്. സോ ഇതെല്ലാം അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡുകൾ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ള ലിങ്ക് താഴെ ഇടാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രൂവൽറ്റി ഫ്രീ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക്, അതിൻ്റെയും ലിങ്ക് താഴെ ഇടാം. ബിക്കോസ് നമ്മൾ ക്രൂവൽറ്റി ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ബ്രാൻഡ്സുകൾ, ലൈക്ക് നമ്മുടെ എന്താ പറയുക, ഞാൻ പറയുന്നേക്കാൾ നിങ്ങൾ പോയി കാണുന്നതാണ്. ആൻഡ് ഞാൻ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ക്രൂവൽറ്റി ഫ്രീ ആണോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ആൻഡ് പരമാവധി എൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ക്രൂവൽറ്റി ഫ്രീ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് കളർ ബാറാണ്. കളർ ബാർ നല്ലൊരു ബ്രാൻഡാണ്. ആൻഡ് എനിക്ക് അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഓൺലൈനിലല്ല ഓഫ്ലൈനിൽ അവൈലബിൾ. പിന്നുള്ളത് ഇബ കോസ്മെറ്റിക്സ് ആണ്. അതും ഒരു ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല ബ്രാൻഡാണ്. ഇബയിൽ കുറേ ലിപ്സ്റ്റിക്സ് ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. സോ അതിൻ്റെ ലിങ്ക്സ് എല്ലാം താഴെ ഇടാം. വരുന്നത് കളർ ബാർ. അത് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു ബ്രാൻഡായിരുന്നു കളർ എസെൻസ്. കളർ എസെൻസും അതെ, ഇന്ത്യയിൽ ഫസ്റ്റ് കളർ എസെൻസിൻ്റെ കോമ്പാക്ട് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ആവശ്യം കുഴപ്പമില്ലാണ്ട് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളൊരു ബിഗിനറാണ് മേക്കപ്പിൽ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കളർ എസെൻസ് ഒരു അടിപൊളി ഓപ്ഷൻ പറയുന്ന ഒരു ബ്രാൻഡാണ് ബയോടെക് എന്ന് പറയുന്നത്. എൻ്റെ പോക്കറ്റ് മണി വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റുകൾ ബയോടെക്കിൽ നിന്നായിരിക്കും. ബിക്കോസ് അതിനകത്ത് മേക്കപ്പിനേക്കാളും നമുക്ക് സ്കിൻ കെയർസ് ആണുള്ളത്. ആൻഡ് ഞാനിപ്പോൾ മേക്കപ്പിൻ്റെ കൂട്ടത്തിൽ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്കിൽ ചെറുതായിട്ട് ലിപ് ബാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ബ്ലൂ ഹെവനിൽ കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് അതിൻ്റെ ചില ലിപ്സ്റ്റിക്സും ലിപ് ബാംസും എല്ലാം നമുക്ക് ഓഫ്ലൈനിൽ അവൈലബിൾ ആണ്. സോ അതും ഒരു അടിപൊളി ബ്രാൻഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചേംബർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ആൻഡ് അതും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അതിനകത്ത് കുറേ ഫൗണ്ടേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ലോട്ടസ് ഹെർബൽസ് ആണ്. അത് ആർക്കാണ് അറിയാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡാണ് ഐടെക്സ്. അതും ഒരു ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. സോ അതിൽ നമുക്കൊന്നും പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കോസ്മെറ്റിക്സ് ഒരു ബ്രാൻഡ് ഉണ്ട്. ആൻഡ് അതിനകത്ത് ഒരുപാട് അടിപൊളി ലിപ്സ്റ്റിക്സ് ആൻഡ് അതിനകത്ത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. എൻ്റെ വൺ ഓഫ് ദ വിഷ് ലിസ്റ്റിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് എന്ന് പറയാനാണെങ്കിൽ അതൊരു ബെല്ലാഗോസ്റ്റ പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ലിപ്സ്റ്റിക്സ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ 1-2 ലിപ്സ്റ്റിക്സൊക്കെ അതിനകത്ത് നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ആണ് കെ ബ്യൂട്ടി. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല. കെ ബ്യൂട്ടി അടിപൊളി ബ്രാൻഡാണ്. ആൻഡ് അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ഷുഗർ കോസ്മെറ്റിക് ആണ്. എൻ്റെ ഫേവറേറ്റിൽ ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഞാൻ ഷുഗറിന് കുറച്ച് വാങ്ങിച്ചില്ല. എന്നാലും കഫ്സ് ആൻഡ് ലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാഷസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. അത് അറിയാതിരിക്കും. എന്തായാലും അതിൽ കുറേ മേക്കപ്പ് ഗ്ലിറ്റർ മാഫിയയുടെ ഇൻസ്റ്റാ പേജ് നിങ്ങളൊന്ന് പോയി നോക്കണം. ഇറ്റ്സ് ലൈക്ക് ഗ്ലിറ്റേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ഒരു ബ്രാൻഡാണ്. ആൻഡ് അവർക്ക് കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ആൻഡ് ഞാൻ അതിനകത്ത് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ബട്ട് ഐ വോണ്ട് ടു പർച്ചേസ്. എനിക്ക് കുറച്ച് കളേഴ്സൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഞാനതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്തിനാണ് നമ്മൾ ക്രൂവൽറ്റി ഫ്രീയിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ക്രൂവൽറ്റി ഫ്രീ അല്ലാത്ത ബ്രാൻഡ് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ബിക്കോസ് നമ്മൾ ഇത്രയും ബ്രാൻഡ്സ് എല്ലാം ഞാനൊരു നെക്സ്റ്റ് പാർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ക്രൂവൽറ്റി ഫ്രീ അല്ലാത്തത് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാവരുത് നമ്മൾ പണ്ട് മുതൽ തന്നെ കേട്ടിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ജസ്റ്റ് ഈ ഒരു ലാഷസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഐബ്രോ ഫില്ലറ് ഐ ഷാഡോസ് അതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾക്കൊരു ഭംഗി തോന്നുന്നത് നമുക്കൊരു ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വേറൊരു ആനിമലിനെയോ വേറെ ഒന്നിനെയോ നമ്മൾ ഉപദ്രവിക്കാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. ബി കൈൻഡ് ടു എവ്രി വൺ ഫോർ എവറിത്തിങ്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഈക്വലായിട്ട് നമ്മൾ
ട്രീറ്റ് ചെയ്യുക. ആൻഡ് നമുക്കുള്ള പോലെ പെയിൻ അവർക്കും ഉണ്ട്. സോ നിങ്ങൾ ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ളത് ഒരു ബ്രാൻഡ്സ് സെലക്ട് ചെയ്ത് അതിൽ നിങ്ങൾ മേക്കപ്സും സ്കിൻ കെയർസും വാങ്ങിക്കുക. സോ നെക്സ്റ്റ് പാർട്ട് എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. സോ താങ്ക് ഫോർ വാച്ചിങ്. ബൈ.